പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോയിലേറെ സ്നേഹിപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ പുണ്യസമയത്ത് നമുക്ക് തമ്പുരാൻ്റെ സന്നിധിയിലായിരിക്കുവാൻ അനുവാദം ലഭിച്ചു. അവർ നമ്മെ അനുവദിച്ചു എന്നതിനെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാം. ഈ വിശുദ്ധ നിമിഷത്തിൽ നമ്മുടെ എല്ലാ രോഗങ്ങളും വേദനകൾക്കും സൗഖ്യം നൽകുന്ന ഈശോയുടെ സന്നിധിയിലായിരിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന പല വിധത്തിലുള്ള രോഗങ്ങളുണ്ട്, ആകുലതകളുണ്ട്, അസ്വസ്ഥതകളുണ്ട്. അവയെല്ലാം നമുക്ക് ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കാം. തീവ്രമായ ആശങ്കകളായ തളർന്നിരിക്കുമ്പോഴും ഈശോയുടെ വചനം കേൾക്കാൻ നമുക്കിന്ന് ഒത്തുകൂടാനായിട്ട് സാധിച്ചല്ലോ. അതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. സൗഖ്യം നൽകുന്ന ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് ധ്യാനിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനത മരുഭൂമിയിലൂടെ യാത്ര ചെയ്തതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അവിടെ രോഗങ്ങളിൽ നിന്നും എല്ലാം അവർക്കെങ്ങനെ സൗഖ്യം ലഭിച്ചു എന്നതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. വിഷപ്പാമ്പുകളുടെ കടിയേറ്റപ്പോൾ മോശയുണ്ടാക്കിയ ഓടുകൊണ്ടുള്ള സർപ്പത്തെ നോക്കി അവർ സൗഖ്യം പ്രാപിച്ചു. ഈ സംഭവത്തെക്കുറിച്ചാണ് 12-ാം വാക്യത്തെ പറയുക. ഔഷധച്ചെടികളോ ലേപനങ്ങളോ ആയിരുന്നില്ല അവരെ സുഖപ്പെടുത്തിയത്, കർത്താവ് അങ്ങയുടെ വചനമാണ് സകലത്തെയും സുഖപ്പെടുത്തിയത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം വാക്യം. യഥാർത്ഥ വൈദ്യനെന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഡോക്ടർമാരുടെക്കാളും നല്ല മരുന്നുകളെക്കാളും നമ്മൾ വില കുറച്ച് കാണുന്നില്ല അവരെയൊന്നും. അവരുടെ മരുന്നുകൾ ഈ ലോകത്തിൻ്റെ ഡോക്ടർമാരെയോ നഴ്സുമാരെയോ മരുന്നുകളോ ഒന്നിനെയും നമ്മൾ വില കുറച്ച് കാണുന്നില്ല. എന്നാൽ ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാ സൗഖ്യത്തിൻ്റെയും യഥാർത്ഥ ഉറവിടം ഈശോയാണ്. അവൻ്റെ വചനമാണ് ഏറ്റവും വലിയ ഔഷധം. ഈശോ നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ രോഗങ്ങളും വേദനകളും മാറ്റാനായിട്ട് തൻ്റെ ജീവനുള്ള വചനം അവിടെ നമുക്ക് നൽകിയിരിക്കുന്നത്. ഇതാ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അവിടുത്തെ സജീവ സാന്നിധ്യമായി നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നത്. അവിടെ സൗഖ്യം നൽകുക മാത്രമല്ല, മുറിവുകൾ കൂടി ഉണക്കുന്നവനാണ് തമ്പുരാൻ. മുറിവുണക്കുന്ന ശക്തിയാണ് വചനം. വചനം സുഖപ്പെടുത്തുന്നുവെന്ന് പറയുമ്പോൾ അത് നമ്മുടെ ശാരീരിക രോഗങ്ങളെ മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന മുറിവുകളെക്കുറിച്ചും പറയുക. നമ്മുടെ ജീവിതത്തിലെ നിരാശ, ഒറ്റപ്പെടൽ, പ്രിയപ്പെട്ടവരുടെ വേർപ്പെടൽ, ബന്ധങ്ങളിലെ തകർച്ച, ഈ മുറിവുകളെല്ലാം ഉണക്കാൻ ഈശോയുടെ വചനത്തിന് സാധിക്കും. അതുപോലെ തന്നെ ഈശോയുടെ സ്നേഹമാണ് ഈ മരുന്ന്. അവിടുത്തെ വചനമെന്ന് പറയുന്നത് ഈശോ തന്നെയാണ്. ദൈവവചനമെന്ന് പറയുന്നത് ഈശോ തന്നെയാണ്. ഈശോ സംസാരിച്ച ഓരോ വാക്കും സ്നേഹമായിരുന്നു. പിന്നെ പാപം ക്ഷമിച്ചിരിക്കുന്നു, എഴുന്നേറ്റ് നടക്കുക, പോവുക, എണീറ്റിക്ക് പാപം ചെയ്യരുത്. ഈ വാക്കുകളൊക്കെ രോഗങ്ങളെ മാറ്റുകയും തളർന്നവരെ എഴുന്നേൽപ്പിക്കുകയും ഒക്കെ ചെയ്തു. കാരണം ആ വാക്കുകൾക്ക് പിന്നിൽ അളവില്ലാത്ത സ്നേഹത്തിൻ്റെ ശക്തിയുണ്ടായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ നിമിഷം നമ്മുടെ ജീവിതത്തിലെ എല്ലാ വേദനകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴം, ഈശോയോടുള്ള സ്നേഹം, നമ്മുടെ സഹോദരങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമുക്ക് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കാൻ ഈശോയുടെ വചനത്തിലൂടെ ഞങ്ങളെ സഹായിക്കണമേ. ഏകാന്തതയാലും നിരാശയാലും ഹൃദയം തകർന്നവരെ ഈശോയുടെ സ്നേഹം കൊണ്ട് നിറച്ച് അവരുടെ മുറിവുകൾ ഉണക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനത്തിൽ വിശ്വസിക്കുവാനും ആ വചനം ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ വേണ്ട കൃപ നൽകി ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ലോകത്തിലെ രോഗികളായി കഴിയുന്നവരെയും അവർക്ക് പരിചരണം നൽകുന്നവരെയും ഈശോയുടെ സ്നേഹത്തിൻ്റെ വചനം കൊണ്ട് ആശ്വസിപ്പിക്കുന്നത് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈശോയെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ഇവിടുത്തെ വലിയ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ വലിയ സൗഖ്യവും അങ്ങനെ നമുക്ക് വലിയ സന്തോഷവും നൽകുന്നതിന് കാരണമായി തീരട്ടെ എന്ന് കൃത്യമായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. കർത്താവിശ്വമിശിഹടകവയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.